തിരുവനന്തപുരം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് സമീപം പെൺകുട്ടിയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എസ് ജീവൻകുമാർ. ജീവൻ, എന്താണ് സംഭവിച്ചത്? അരുൺ, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത്. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ഇടവഴിയിലാണ് ഒരു യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടേറ്റ് മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവ സ്ഥലത്തുനിന്ന് തന്നെ ഈ പെൺകുട്ടിയുടെ ID കാർഡ് കണ്ടെത്തി. സൂര്യ എസ് നായർ എന്നാണ് ID കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാഫ് നേഴ്സാണ്. സെന്റ് ജോൺസ് പിരപ്പൻകോട് സെന്റ് ജോൺസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്. 26 വയസ്സുള്ള പെൺകുട്ടിയാണ് എന്ന് ഐഡന്റിറ്റി കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വെട്ടാൻ ഉപയോഗിച്ച വെട്ടുകത്തി സമീപത്തെ ഒരു പുരയിടത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി. ദൃക്സാക്ഷികളുടെ മൊഴി പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ആൺകുട്ടിയോടൊപ്പമാണ് ഈ മരിച്ച പെൺകുട്ടി സൂര്യ എസ് നായർ ആ സംഭവ സ്ഥലത്ത് എത്തിയത്. രാജേഷ് എന്ന പേരുള്ള ഒരു വ്യക്തിയോടൊപ്പമാണ് അവിടെ എത്തിയതായി പറയപ്പെടുന്നത്. ആ പെൺകുട്ടിയുടെ പരിചയക്കാരൻ തന്നെയാണ് എന്നും പറയുന്നു. തുടർന്ന് ഇരുവരും ബൈക്കിൽ അവിടെ എത്തിയെങ്കിലും പിന്നീട് ഈ ബൈക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ ആൺകുട്ടി മിസ്സിംഗ് ആണ്. ഈ ആൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വെട്ടാൻ ഉപയോഗിച്ച വെട്ടുകത്തി സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഇപ്പോൾ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഡിവൈഎസ്പി ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയും ഇപ്പോൾ അവർ ബന്ധപ്പെട്ട ആശുപത്രിയിൽ മൊഴിയെടുക്കുകയും ചെയ്യണം. ആശുപത്രി അധികൃതരുടെ മൊഴിയെടുക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കായിരുന്നു ഈ പെൺകുട്ടിയുടെ ഡ്യൂട്ടി കഴിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഡ്യൂട്ടിയിൽ കയറേണ്ടതായിരുന്നു ഈ പെൺകുട്ടി. ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ തങ്ങളാരും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ പെൺകുട്ടിയെ കണ്ടിരുന്നില്ല. പെൺകുട്ടി പൂർണ്ണ സന്തോഷവതിയായിരുന്നു എന്നാണ് ആശുപത്രി അധികാരികളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവത്തിന് പിന്നിലെ ദുരൂഹത ഇനിയും അനാവരണം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അരുൺ. എസ് ജീവൻകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.